യൂണിഫോംഡ് സർവീസ് അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ പ്രധാനപ്പെട്ട ലെഫ്റ്റനൻ്റ് കേഡറിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. മിക്കവാറും കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെയോ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വേക്കൻസികളെക്കുറിച്ചും അതിൻ്റെ നോട്ടിഫിക്കേഷനെക്കുറിച്ചുമാണെന്നുള്ളതാണ്. നിങ്ങളിതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഡേറ്റ് തെറ്റാതെ തന്നെ ആ സമയാസമയങ്ങൾക്ക് നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി ഒന്നാണ് വേണ്ടത്. ഞാൻ കലാംസ് ബ്ലോഗിൽ അബ്ദുൽ കലാം. ഇപ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷൻ്റെ ഇന്ത്യൻ ആർമി ടെക്നിക്കൽ വിങ്ങിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 15/2/2025 വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്നുള്ളത്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനാണ് അപേക്ഷിക്കാൻ കഴിയുക. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് പറഞ്ഞാൽ ബിടെക് എഞ്ചിനീയറിംഗ് അതിലുള്ള ഏകദേശം എല്ലാ ട്രേഡുള്ളവർക്കും അപേക്ഷ സിവിൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ തുടങ്ങി ബിസിനസ് ആയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ട്രേഡിൽ നിങ്ങൾ ബിടെക് പാസ്സായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അൺമാരീഡ് ആയിരിക്കണം എന്നുള്ളതാണ്. മെയിലിനും ഫീമെയിലിനും വേക്കൻസീസ് ഉണ്ട്. മെയിലിന് 350 വേക്കൻസിയും ഫീമെയിലിനാണ് 29 വേക്കൻസിയും ഉണ്ടെന്നുള്ളത്. ഏജ് എന്ന് പറയുന്നത് 20ൻ്റെയും 27ൻ്റെയും ഇടയിൽ നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവുണ്ടെന്നുള്ളതാണ്. വിഡോസ് ആയിട്ടുള്ള വനിതകൾക്ക്, അതുപോലെ തന്നെ മിലിറ്ററി സർവീസിലുള്ള ഭർത്താക്കൾ യുദ്ധത്തിൽ അല്ലെങ്കിൽ സർവീസിലേക്ക് മരിച്ചിട്ടുള്ള വനിതകൾക്കും ഈ ടെക്നിക്കൽ അല്ലാത്ത സെക്ടറിലേക്കും നമുക്ക് അപേക്ഷിക്കാൻ കഴിയും. അതിന് ഡിഗ്രി മാത്രമാണ് വേണ്ടത്. അല്ലാത്തവർക്ക് ബിടെക് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻസാണ് വേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ലെഫ്റ്റനൻറ്റിൻ്റെ റാങ്കിലേക്കാണ് നമ്മൾ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് വരുന്നത്. അത് കഴിഞ്ഞാൽ ഒരു 2 വർഷത്തെ സർവീസ് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ്റെ, അത് കഴിഞ്ഞാൽ മേജറിൻ്റെ, അത് കഴിഞ്ഞാൽ ലെഫ്റ്റനൻറ്റ് കേണൽ, പിന്നെ കേണൽ വരെ അപേക്ഷ എത്തിക്കാൻ പറ്റുന്ന ഒരു മാർഗം കൂടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് 2 സ്റ്റേജിലായിട്ടാണ്. 1, 2 ആ 2 സ്റ്റേജും കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, അത് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. പിന്നെ SSBയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ 1 വർഷത്തെ ട്രെയിനിങ് പൂർത്തിയായി കഴിഞ്ഞാൽ പോസ്റ്റിംഗ് ലെഫ്റ്റനൻറ്റ് കേഡറിലേക്കുള്ള ഒരു പോസ്റ്റിങ്ങിലാണ് നിങ്ങളെ എടുക്കുന്നതെന്നുള്ളതാണ്. മിലിറ്ററി ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള ശമ്പളമാണുള്ളത്. മിലിറ്ററി ഇഷ്ടപ്പെടുന്നവർക്ക്, ഡിഫൻസ് ഇഷ്ടപ്പെടുന്നവർക്ക്, യൂണിഫോം ഇഷ്ടപ്പെടുന്നവർക്ക്, ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ലെവലിലുള്ള ഗംഭീരമായിട്ടുള്ള പോസ്റ്റിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അവസാന തീയതി 15/2/2025 മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് സമയത്ത് തന്നെ അതിൻ്റെ അപേക്ഷ കൊടുക്കുക. അത്തരത്തിലുള്ള ജോലികൾ കൂടി കരസ്ഥമാക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് അയച്ചു കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ പുതിയ ഒരു വിഷയമായി കാണുന്നവരായി ഗുഡ് ബൈ.